അല്ലാതെ വലിച്ചെറിയരുത്. നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഈ വരുന്ന പിള്ളേരെല്ലാവരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, പല സാഹചര്യങ്ങൾ, പല വിശ്വാസങ്ങളിൽ നിന്ന് അവർ വളർത്തിയെടുക്കപ്പെട്ട അല്ലെങ്കിൽ വളരുന്ന സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമുള്ള, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമുള്ളതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒരുപോലെ പെരുമാറണം നമുക്കൊരു നിർബന്ധമില്ല. എല്ലാവരുടെയും ഗ്രാസ്പിംഗ് പവർ, മനസ്സിലാക്കുന്ന രീതിയും ശരിയായിക്കൊള്ളണം എന്നില്ല. എല്ലാവരുടെയും കാഴ്ചപ്പാട്, എല്ലാവരുടെയും എയിം ഒന്നും ഒരേപോലെ ആയിക്കൊള്ളണം നമുക്ക് വാശി പിടിക്കാൻ കഴിയില്ല, ഒരിക്കലും നടക്കില്ല. അതെ, അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെന്ന് ഉണ്ടെങ്കിലും, നിങ്ങൾ കളിക്കുന്ന ഒരു ഫുട്ബോൾ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു റിലേ ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സംശയങ്ങൾ ചോദിച്ചു നിൽക്കുമോ? നിങ്ങളുടെ മോട്ടീവ് എന്ന് പറയുന്നത് ആ കളി ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. ഡിഫൻഡർ ഒരിക്കലും ഒരു സാഹചര്യം അനുകൂലമല്ലാത്ത സാഹചര്യം അല്ലാതെ ഒരിക്കലും മുകളിലോട്ട് കയറി കളിക്കില്ല. ഗോളിയുടെ ജോലിയാണ് ചെയ്യുന്നത്, ഡിഫൻഡറുടെ ജോലിയാണ് ചെയ്യുന്നത്. അത്രയും അത്യാവശ്യ ഘട്ടം, സേഫ് എന്ന് ഘട്ടം തോന്നുമ്പോൾ മാത്രമേ ഈ ഡിഫൻഡർ മുകളിലോട്ട് കയറുള്ളൂ. കാരണം അവിടെ ഒരു ടീം എൻവയോൺമെൻ്റ് ഉണ്ട്. ആ ടീമിൽ ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്കറിയാം. അവിടെ അവർ 11 പേര് കളിക്കുമ്പോൾ അപ്പുറത്ത് റിസർവ് ഉണ്ട്. ഞാൻ കളിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പുറത്താണെന്ന് അവർക്കറിയാം, ബോധ്യമുണ്ട്. പാഷനേറ്റ് ആയിട്ടാണ് അവർ കളിക്കുന്നത്. ഓടി തളർന്നാലും പന്ത് വരുമ്പോൾ അവർ വീണ്ടും കുതിക്കും. ഉസൈൻ ബോൾട്ടിനേക്കാളും വേഗത്തിൽ അവർ കുതിക്കും. ഇതാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ട കൾച്ചർ. ഈ കൾച്ചർ നമുക്കിനി പിള്ളേർക്ക് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും അവർ അപ്പുറത്ത് നിന്ന് നോക്കിയിട്ട് അവൻ കറക്റ്റ് ദിശയിലാണ് പോകുന്നത്, ഫോളോ ചെയ്യാലോ. ഒരു സംശയവുമില്ല. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ കളിക്കുന്ന പോലെ ഒരു ടീമായിട്ട് എല്ലാവരുടെയും ഒരേ മൈൻഡ് സെറ്റോടു കൂടെ, അവിടെ വേറെ ഒന്നാലോചിച്ച് നോക്കും. ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് ഭാര്യ വിളിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്ത് അമ്മ വിളിച്ചിട്ട് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് ഓടാ, ഇവിടെ മഴ പെയ്യുന്നു, ഓട് മാറ്റാനുണ്ട്, വിളിക്കോ? ഫോൺ തൊടാൻ സമ്മതിക്കോ? അല്ല, ഞാനിപ്പോൾ അതാ പറഞ്ഞു, നമ്മളൊക്കെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫ്രണ്ട്സിനോട് കൊഞ്ചിക്കുഴയുന്നത്. വീഡിയോ കോളൊക്കെയാണ് ചെയ്യുന്നത്. അതൊക്കെയാണ് നമ്മൾ അറിയാണ്ടാണ് കേട്ടോ, അറിയാണ്ടാണ്, അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ക്യാപ്റ്റനും കോച്ചിനും ഒരുപാട് റോളുണ്ട്. ക്യാപ്റ്റനും കോച്ചും പണിയെടുക്കാത്തത്. എന്നിട്ട് പറയാ, ഈ ക്യാപ്റ്റനും കോച്ചാണ് പറയുന്നത്, അവനിതാ കോൾ ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ വീഡിയോസ് നമ്മളെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അവർക്ക് എന്താ ഈ ക്യാപ്റ്റൻ കോച്ചായിട്ട് നമ്മൾ ചെറിയ ബിസിനസ്മാൻമാർക്ക് ഉണ്ടാകുന്ന വലിയ ഫാൾട്ടുകൾ ഇതാ. നമ്മൾ വെച്ച ക്യാപ്റ്റൻ, നമ്മൾ വെച്ച കോച്ച് അതിന് പറ്റിയ ആളാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, അവനിതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കേണ്ടതായിരുന്നു. കൊടുത്തിട്ടുണ്ടോ? ഇവരൊക്കെ ഇങ്ങനെയാണ്, ഇതാ ഇവൻ ഇങ്ങനെ ചെയ്യുന്നു, അവൻ ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾ അവരോട് പറയുന്നത് അവരങ്ങനെ ചെയ്യുന്നു എന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് വലിയ ജോലിയുള്ളത്. ഈ പണിയാണല്ലോ നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് നമ്മളടുത്ത് റിപ്പോർട്ട് ചെയ്യാനല്ലല്ലോ ഇവർ വേണ്ടത്. ഫുൾ റിപ്പോർട്ടിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിങ് ഓൾറെഡി നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ ആൾ വേണമെന്ന് മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്തു അവിടെ ആളുകൾ നമ്മളെ വെക്കുന്നത്. സാറിന് മനസ്സിലാവുന്നുണ്ടോ? വലിയൊരു ബിസിനസ് രംഗത്ത് ഒരു ബിസിനസ്മാന് ഇത്തരം പ്രോബ്ലങ്ങൾ നമ്മളിത് പറയുമ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്ന ആളുകൾക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഇതൊന്നുമല്ല അവർ കേൾക്കേണ്ടത്. അവർക്കുണ്ടായ ചില പ്രശ്നങ്ങളെ റിയലൈസ് ചെയ്താൽ അതിനൊരു പോംവഴി, ഒരു സിസ്റ്റം കൊണ്ടുവന്ന് ശരിയാക്കിയാൽ നന്നാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മുമ്പിൽ കാണുന്ന റിപ്പോർട്ടിങ് മാത്രമേ നടക്കുന്നുള്ളൂ. അത് എൻ്റേതായിരുന്നു പ്രോബ്ലം. ഞാനെപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഷോപ്പിൽ അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് ടീമിൽ അവരുടെ KPIയുടെ ടോട്ടലാണ് എൻ്റെ KPI, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ എന്തോ പറഞ്ഞോട്ടെ, എൻ്റെ ടീമിൽ ഇങ്ങനെയാണെങ്കിൽ ഇവരുടെ മൊത്തം KPIയുടെ ടോട്ടലാണ് എൻ്റെ KPI. അല്ലെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുക, ചിലപ്പോൾ കൂടുതലുണ്ടാവും, കുറവുള്ള അതിൻ്റെ എന്താണോ ടോട്ടൽ കിട്ടുന്നത് അതാണ് എൻ്റെ KPI. എങ്കിൽ ഈ പറഞ്ഞ ടീമിൽ കോച്ചിങ് ആയാലും ഐഡിയ ഇൻസ്ട്രക്ടർ ആയാലും അവരുടെ KPI എന്താണ്? ഇവരുടെ KPI ആണ്. ഇത് പൊങ്ങിയാലേ അവരത് പൊങ്ങൂ. പക്ഷെ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത വരുന്നൊരവസ്ഥ ചിലപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സിലൊക്കെ വരാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ അനീഫിക്ക, ഇതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഇത് നമുക്ക് വേറൊരു ഇതിനൊരു താരതമ്യം ചെയ്യാൻ ഇതിലൊരു ബെസ്റ്റ് എക്സാമ്പിൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു ഫുട്ബോൾ ഗ്രൗണ്ടിലാണെങ്കിൽ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ കണ്ടു നോക്കൂ എന്നുള്ള ടീമിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുത്താൽ, അങ്ങനെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും പെർഫോമേഴ്സ് ആവും. അവർ ടീം വിജയിക്കാൻ വേണ്ടി കളിക്കും. പല സ്ഥലങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ ബോൾ കിട്ടിയ ആൾ മാത്രം അങ്ങനെ കൊണ്ടുപോയി ഗോളടിക്കാൻ നേരത്ത് പുറത്തോട്ട് പോകുന്നൊരവസ്ഥയുണ്ട്. കുട്ടികളല്ല നമ്മൾ, ഇതൊരു ടീം വർക്കാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള റോളുണ്ട്. പലപ്പോഴും റോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ചോദിക്കാതെ തന്നെ സ്വിച്ച് ചെയ്യേണ്ടി വരും. പക്ഷേ എന്നിരുന്നാലും ഒരു ഡിഫൻഡർ മുകളിൽ പോയി
ഗോളടിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പന്ത് കൈവിട്ട് പോയ ആൾ തിരിച്ചോടും. ഇവിടെ തന്നെ എൻ്റെ ജോലി ഇവിടെ ഉണ്ട്, പെൻഡിങ്ങിൽ കിടക്കുകയാണ്, ഞാൻ അവിടെ മുന്നിൽ പോയി ഗോൾ അടിക്കാൻ നിന്നത് കൊണ്ട് എൻ്റെ ജോലി തീരുന്നില്ല. എൻ്റെ ജോലി ഡിഫൻഡർ എന്നുള്ള ജോലി ചെയ്യാൻ വേറെ ആരുമില്ല. ഇവിടെയാണ് സാറേ ഒരു കാണുന്നത്. നമ്മുടെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇപ്പോൾ ശരിക്കും ഒരു സെയിൽസ്മാൻ ആണെങ്കിൽ അവൻ മാർക്കറ്റിംഗ് കൂടെ ചെയ്യണം. കാരണം അവൻ്റെ കൂടെ അവിടെ വരുന്ന ഷോപ്പിലേക്ക് വരുന്ന ആളെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് അവൻ്റെ കൂടെ ബാധ്യതയാണ് അല്ലേ? സെയിൽസ്മാൻ അല്ലാതെ വില പറയുക, വിൽക്കുക എന്ന് മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മതിയല്ലോ. ആ സെയിൽസ്മാനിൻ്റെ ഭാഗമാണ് ഇവരെ മുമ്പിൽ വരുന്ന ആളെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കുക, അവരെ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുത്താനുള്ള പുതിയ ഐഡിയാസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, ഏറ്റവും നല്ല സർവീസ് നൽകുക. അത് തന്നെയാണല്ലോ മാർക്കറ്റിംഗ് എന്നുള്ളത്, നമ്മളെ ബ്രാൻഡിങ്ങും.